എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇവിടെ കുറേ ഇങ്ങനെ ചെടികൾ, പാഴ്ചെടികളൊക്കെ വളർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കള പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ നല്ല സമയമുണ്ട്, എന്നാലും നോമ്പൊക്കെ ആയത് കാരണം കുറച്ച് മടിയൊക്കെയാണ്. അപ്പം അങ്ങനെ നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു, എന്തായാലും ഇന്നിപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതെന്തായാലും ഒന്ന് വൃത്തിയാക്കണം. അപ്പം പാഴ്ചെടികളാവുമ്പം അത് ഈ പറഞ്ഞ മാതിരി നമ്മൾ വളർത്തിയില്ലെങ്കിൽ അത് ധാരാളമായിട്ട് നമ്മൾ വളർത്തുന്ന നല്ല ചെടിയും കൂടി അതിങ്ങനെ വരിഞ്ഞ് മുറുകി നിൽക്കും. അപ്പം ഇതേ അങ്ങോട്ടൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ കത്രിക ഈ ഒരു സിസറാണ് ഉള്ളത്. വലുതുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇത് മാറ്റാനും പറ്റും. അപ്പം ഇതിൻ്റെയൊക്കെ വള്ളി, അതായത് നാരായ വേര് നോക്കുമ്പം അത് അങ്ങ് അറ്റത്ത് കിടക്കാണ് കേട്ടോ. അപ്പോൾ ആ വേര് നോക്കി വേണം കട്ട് ചെയ്ത് വിടാനായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അത് നല്ല ഈ പറഞ്ഞ മാതിരി പിന്നും ഉടൻ തന്നെ കിളിക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ മുറിച്ചയിലുള്ള കമ്പുകളുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വിടണം. അല്ലെങ്കിൽ ഇതിലെ നടന്നു പോകുമ്പോഴേ കണ്ണിലേക്ക് ആ കമ്പ് ഒന്ന് കുത്തും. അപ്പം പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ ഞാനങ്ങ് വീണു പോയി കേട്ടോ. കാലിങ്ങനെ ഒന്ന് മടന്തിയിട്ട് ഈ അടുത്ത് എൻ്റെ ഒരുത്താക്കാണെങ്കിൽ മറിഞ്ഞ് വീണിട്ട് ആകെ പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും മോളെ സൂക്ഷിക്കണേ എന്ന് എൻ്റെ അടുത്ത് പറയാണ്ട് ഞാനതിങ്ങനെ സൂക്ഷിച്ചാണ് അതിന് ശേഷം നടക്കുന്നത്. പക്ഷെ എന്തോ ചില സമയങ്ങളിൽ ഇങ്ങനെയാണല്ല. എന്തായാലും എൻ്റെ ജീവൻ പോയി എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ അത് വേദന എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാര്യങ്ങൾ നടക്കത്തില്ല. നല്ല ഒരു വീഴ്ചയാണ് കേട്ടോ വീണത്. എനിക്ക് കാലും എൻ്റെ ഈ കൈയുണ്ടല്ലോ, കൈ നല്ല പെയിന്, കൈ കുത്തി വീണതിൻ്റെ. പക്ഷേ അങ്ങനെ വീണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കാൻ എനിക്ക് അത് ഒട്ടും മനസ്സ് വരുന്നില്ല കേട്ടോ. കാരണം ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതാ കാട് പിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം കൊച്ചുമക്കളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും പ്രത്യേകം സൂക്ഷിക്കണം. നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ നടത്തത്തിലും എല്ലാം. കാരണം സ്ലിപ്പായി വീണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പം ഇതെല്ലാം മനസ്സിൽ കരുതിയിട്ടാണ് നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അങ്ങ് സംഭവിച്ചു പോയതാണ്. അപ്പം നമ്മൾ നിസ്സാരം എന്ന് പല കാര്യങ്ങളും കരുതും. പക്ഷെ വീഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവത്തില്ല. അപ്പോൾ വെട്ടിയിട്ടതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കണേ. എന്നെ സംബന്ധിച്ച് ഞാൻ വേദന ഒരുപാട് സഹിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വീണതിൻ്റെ എഫക്റ്റ് ഇപ്പോഴായിരിക്കില്ല ഞാൻ അറിയണത്, നാളെ ആയിരിക്കും കേട്ടോ. കാരണം അമ്മാതിരി വീഴ്ചയാണ് വീണതെന്ന് തന്നെ പറയാം കേട്ടോ. വേറെ ആരെങ്കിലും ആണെങ്കിൽ വീണടുത്ത് കിടക്കത്തേ ഉള്ളൂ, എഴുന്നേക്കത്തോലുമില്ല കേട്ടോ. അതുപോലെ ഒരു വീഴ്ചയായിപ്പോയി. എന്തായാലും ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ കൈയും ആ വീണ ഭാഗമൊക്കെ നല്ല പെയിനുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തന്നെ ബാക്കിയുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അത് ഓർക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇനി വല്ലയിടത്തോ എല്ല് ഒടിഞ്ഞു പോയ ചതവോ എല്ലാം ഉണ്ടോയെന്നുള്ള കണ്ടറിയാം. നോമ്പ് തുടങ്ങിയ ശേഷം ഞാൻ വൈകുന്നേരങ്ങളിലാണ് അടുക്കളയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിക്കുകയാണ്. അപ്പം ഡിസാനയുടെ പെന്നെ പാസ്റ്റയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോന്നും ഓരോ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഈ ഡിസാനയുടെ ഈ പെന്നെ പാസ്ത നല്ലൊരു പാസ്റ്റയാണ് കേട്ടോ. അപ്പോൾ ഓരോ ബ്രാൻഡും പല ടൈപ്പിലൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചിലത് നമുക്ക് അറിയാമല്ലോ അതിലുണ്ടാക്കിയാൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ. അപ്പം അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഒരു തിള വന്ന ശേഷം ഒരു 10 മിനിറ്റ് എന്തായാലും എടുക്കും ഇത് വേകാനായിട്ട്. വെന്ത ശേഷം ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം ഇതിൽ സ്റ്റാർച്ചൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ ചോറൊക്കെ വയ്ക്കത്തില്ല, അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ സ്റ്റാർച്ച് ഒന്ന് പോയി കിട്ടാനാണ് നമ്മളിത് നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നത്. നോമ്പ് തുടങ്ങിയ ശേഷം ആദ്യത്തെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് പിന്നെ എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയാണ് കേട്ടോ. അപ്പം ഞാൻ 3 സവാളയും പച്ചമുളക്, നമ്മളുടെ മല്ലിയില, ക്യാരറ്റ് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം എൻ്റെതിപ്പോൾ വലിയൊരു ഗ്രേറ്റർ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെയാണ് കുറേയൊക്കെ സമയം ലാഭം കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലിലാണ് എല്ലാം തയ്യാറാക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനിപ്പം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം എല്ലാം കൂടി പ്രത്യേകം ചെയ്യണം എന്നില്ല. ഓരോന്നും ഓരോ രീതിക്ക് ഉണ്ടാക്കുമ്പോഴാണല്ലോ അതിൻ്റെതായ ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇതിപ്പോൾ ഫൈനായിട്ട് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പം ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ബീഫ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അതൊന്ന് ഓവനിൽ വെച്ചിട്ട് എടുത്തതാണ്. ഒന്ന് ചൂടാക്കിയ ശേഷം ഞാൻ അതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തതാണ്. പിന്നെ ബോൺലെസ് ബീഫാണ്, അപ്പം ബോൺ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മിക്സിയിലിട്ട് ഇത് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പോലും ബ്ലേഡ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിസാർക്കാണെങ്കിൽ ഇങ്ങനെ ഈ പാസ്റ്റയൊന്നും വലിയ ഇഷ്ടമുള്ള ആളൊന്നും അല്ല. പിന്നെ ഇവിടെ ഈ പറഞ്ഞ മാതിരി പത്തിരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം നിസാർക്കാർക്ക് പത്തിരി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതിയത്. പിന്നെ 1 ടീസ്പൂൺ വീതം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീഫും അതുപോലെ തന്നെ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഈ ഷ്രെഡ് ചെയ്ത ബീഫ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ബീഫിന് പകരം ചിക്കൻ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസം എന്തെന്തുണ്ടാക്കും എന്നുള്ള ചിന്തകൾ കൊണ്ട് അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും പിള്ളേർക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്താണ്. ഇവിടെ ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ വലിയ ലാവിഷായിട്ടുള്ള നോമ്പ് പറയുന്നതും ഇതുവരെ ഞാൻ അങ്ങനെ നടത്തിയില്ല. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മുട്ട വേണം കേട്ടോ. ഒരു 4 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതുവരെയും ഞാൻ അങ്ങനെ പൊരിപ്പ് കരിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫ്രൂട്ട്സ്, കഞ്ഞി അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ആവിയിൽ ഉണ്ടാക്കുന്ന ആഹാരം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പം ആ മുട്ടയിലേക്ക് നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നിപ്പം എന്നും ഒരേപോലെ ഇരുന്നാലും പിള്ളേർക്കായാലും ഒരു മടുപ്പും കൊതിയൊക്കെ തോന്നത്തില്ലേ ഇത് കഴിക്കണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് ഒന്ന് മാറ്റി ആ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു മസാല. അതിലേക്ക് നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം പെന്നെ പാസ്ത തന്നെ വേണം എന്നൊന്നുമില്ല, എൽബോ പാസ്ത ആയാലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പെന്നെ പാസ്തയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ സമയമെടുത്ത് ചെയ്യണ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. എല്ലാം പെട്ടെന്ന് ജോലി തീർത്ത് അടുക്കളയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും കാണിച്ചു തരുന്നതിൽ ഞാൻ അങ്ങനെ തന്നെ കാണിക്കാറുള്ളൂ. അപ്പം നമുക്ക് ഈ മുട്ട അടിച്ചതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു പാനിലേക്ക് അടുപ്പത്തേക്ക് വെച്ചു. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് നെയ്യാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഈ നെയ്യിലേക്ക് നമ്മളിതായി മിക്സ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ തന്നെ എടുക്കണം. പിന്നെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഇതിൽ ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. 2 പേരെയൊക്കെ ഉള്ളെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയല്ലോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ മുൻപൊക്കെ ഞാനും കാണിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറേ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ അതിലേക്കൊന്നും പോയിട്ടില്ല. എല്ലാം ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം കുറച്ചാണെങ്കിലും അപ്പടി തന്നെ ഉണ്ടാക്കി കഴിക്കുക. അത് തന്നെയല്ലേ എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മൾ നോക്കുന്നവർക്ക് നല്ലത്. അപ്പം അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ അധികം ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ ഇപ്പം അങ്ങനെയുള്ള റെസിപ്പികളൊന്നും കാണാത്തത്. അപ്പം ഞാൻ എന്താ ഒരു അടിയിലൊരു തവ വച്ചു. അതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത പാൻ വെച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഞാൻ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ചീസൊക്കെ ഇട്ടിട്ട് പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചീസ് ഒരുപാടൊന്നും ഇടണ്ട, ഇത് മൊസറല്ല ചീസ് അല്ല കേട്ടോ. അത് ഇടേണ്ട ആവശ്യമില്ല, ഈ ഒരു ചീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മല്ലിയിലയും കൂടി വെച്ച ശേഷം നമുക്കിനിയിപ്പം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് റെഡി ആയാൽ മാത്രം മതി കേട്ടോ. 10 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റുമ്പോൾ ചീസൊന്ന് മെൽറ്റായി കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ മട്ടൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ മട്ടൺ ബോൺലെസ് ആക്കിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ഇതിങ്ങനെ നീക്കി വെച്ച് ആയിപ്പോയതാണ് കേട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഇതുണ്ടാക്കാമെന്ന് കരുതി. അപ്പം പൊട്ടറ്റോ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും.
അപ്പം ഞാനിപ്പോൾ ചെറിയ കുക്കറിലല്ലേ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ വലിയ കുക്കറും ചെറിയ കുക്കറും എടുക്കുമ്പോഴും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം വെന്ത പൊട്ടറ്റോ ഞാൻ ഇനി ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പം ഞാൻ മട്ടൺ ഇവിടെ ബോൺലെസ് ആണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം അത് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം കേട്ടോ ഇതിലേക്ക്. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം, ഒരു പീസ് ഇഞ്ചി, 4 സവാള, ഒരു ക്യാരറ്റ്, ഒരു 3 പച്ചമുളക്, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ആദ്യം തന്നെ ഞാൻ സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് കരുതി. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാതിയല്ല, ഒരു 1/4 ജോലി അതങ്ങ് ചെയ്തോളും. നമുക്ക് പറഞ്ഞ മാതിരി സഹായത്തിന് ആൾ വേണം എന്നൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ചോപ്പറും ബീറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ, അടുക്കളയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സഹായം തന്നെയാണ്. ഇപ്പം എല്ലാവർക്കും അത് കാണണം എന്നില്ല. പിന്നെ മിക്സിയിൽ തന്നെ ചെറിയ ജാറുണ്ടല്ലോ, പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. അതിൽ വെച്ചിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ മിക്സി വാങ്ങിച്ചു കഴിഞ്ഞാൽ അരയ്ക്കാനും പൊടിക്കാനും ഉള്ളത് വെച്ച് ബാക്കിയുള്ള ജാറെല്ലാം കൂട്ടി അലമരയ്ക്കകത്ത് വെച്ചേക്കും. പലരും അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അതിനൊക്കെ ഉപയോഗങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ ചോപ്പ് ചെയ്ത നമ്മളുടെ സവാള ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പം നമ്മുടെ ബാക്കിയുള്ള വെജീസ് എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പം എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണേ. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴേക്ക് കുറേ പേര് നമ്മുടെ വ്യൂവേഴ്സ് തന്നെ എന്നെ കാണുമ്പോഴേക്ക് അവർ വന്ന് സംസാരിച്ചിട്ട് ഇപ്പം ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല അല്ലേ എന്ന് പറയും. ഞാൻ പറയും, റബ്ബേ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ, അത് നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്നൊക്കെ പറയും. എനിക്കൊന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ലായിരിക്കും. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. തുടരെ ഞാൻ വീഡിയോസ് ഇതുവരെ മുടക്കിയിട്ടില്ല. ഇടയ്ക്കെങ്ങാണ്ട് 1-2 പ്രാവശ്യം മാത്രമേ എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് ആ വീഡിയോ ഒന്ന് മുടങ്ങിപ്പോണത്. അല്ലാതെ ഞാൻ വീഡിയോ ഒക്കെ കറക്റ്റ് ടൈമിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചോപ്പ് ചെയ്തതും കൂടി എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാനേ. ഇനി നമുക്ക് മട്ടൺ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് മിൻസ് ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ ഉമ്മയാണെങ്കിൽ ചിക്കനൊന്നും കഴിക്കത്തില്ല കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഉമ്മക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി മടി എനിക്ക് മുന്നേ മടി നിൽക്കും, അതല്ലേ കുഴപ്പം. അപ്പം നമ്മൾ ഈ മടി മാറ്റിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം അതും ഒന്ന് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പം 2 റെസിപ്പിക്കുള്ളതാണേ. ഞാനിപ്പോൾ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് മിൻസ് ചെയ്തെടുത്തത്. വീട്ടിലൊക്കെ കഴിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം ഇവിടെ നമ്മളുടെ വീടിനെ സംബന്ധിച്ച് ഇവിടെ ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതിൽ നിസ്സാറിക്ക മിക്കവാറും കാണത്തില്ല. നിസ്സാറിക്ക പള്ളിയിലായിരിക്കും. പിന്നെ മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഒന്ന് വരണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇഷയ്ക്ക് പോവും. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളില്ലാന്ന് തന്നെ പറയാം കേട്ടോ. ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതും വളരെ കുറച്ച് ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പം നമ്മൾ ഈ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് കീമയാക്കിയ മട്ടൺ. എനിക്ക് ഈ മട്ടൺ കീമ പുറത്തുനിന്ന് ഇങ്ങനെ കീമയായിട്ട് വാങ്ങിക്കുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ. നമ്മൾ ബോൺലെസ് ആയിട്ട് ഞാൻ വാങ്ങി നന്നായിട്ട് വാഷ് ചെയ്ത് എന്നിട്ട് ഞാൻ കീമ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. എങ്കിലേ എനിക്ക് ആ ഒരു രീതിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അവരിനി ഏതൊക്കെ ടൈപ്പിലാണ് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പലർക്കും തോന്നും, അയ്യോ ഇത് വെന്ത് കിട്ടോ മട്ടൺ അല്ലേ എന്നൊക്കെ ഉള്ളത്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പലപ്പോഴും ഈ നോമ്പാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഒരു പ്രാവശ്യം ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ തോന്നും, എൻ്റെ റബ്ബേ ഞാൻ ഉപ്പിട്ടോ, അതേ ഉപ്പ് മറന്നോ എന്നൊക്കെ ഉള്ള തോന്നലുണ്ടാവുക. അത് മൂടി വെച്ചു. പിന്നെ ഇടയ്ക്കൊന്ന് മൂടി മാറ്റുമ്പോഴേക്കും ആ മട്ടലിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഊർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മട്ടൺ ആയതുകൊണ്ടും മിൻസ് ചെയ്തതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാലും ഇച്ചിരി കൂടെ വേകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എൻ്റെ മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചതാണ്. പിന്നെ അടപ്പ് മാറ്റിയിട്ട് നമുക്ക് ഇപ്പം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചധികം മല്ലിയില ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പലതും നമ്മൾ ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ച് ഓരോന്നിൻ്റെയും ടേസ്റ്റ് മാറും കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് സവാളയും നമുക്ക് എത്രയാണോ വേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ എടുത്താൽ മതി കേട്ടോ.
സവാള ഇപ്പം ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊന്നും ഒരുപാട് അങ്ങ് വെന്ത് വഴലേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസ് ഉണ്ടല്ലോ, നമ്മൾ ക്യാരറ്റ് ക്യാപ്സിക്കൊക്കെ കൂടെ അടിച്ചെടുത്തത്, അതിൻ്റെ പകുതിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം 1-2 റെസിപ്പി മനസ്സിൽ കാണുകയാണെങ്കിൽ ഒരുമിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്ത ശേഷം പിന്നെ മസാല ചെയ്യുന്നതിലായിരിക്കും വ്യത്യസ്തതകളൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെ. ഒരു 2 മിനിറ്റിന് ശേഷം അതിൻ്റെ ആ മൂടിയൊന്ന് മാറ്റിയിട്ട് വീണ്ടും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, കാരണം ആ വെജീസും എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് വന്നിരിക്കുകയല്ലേ. അപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിങ്ങനെ ആവിയിലും ഒക്കെ റെഡി ആകുമ്പോഴേക്ക്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഉപ്പിട്ടോ എന്ന് എനിക്കിപ്പോൾ തന്നെ ഒരു ഡൗട്ടുണ്ട്. ആദ്യം ഞാൻ ഉപ്പ് ചേർത്തിരുന്നു എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരുപാട് പൊട്ടറ്റോ ഒന്നും ഇങ്ങനെ എടുക്കാറില്ല കേട്ടോ. പൊട്ടറ്റോ വളരെ മിതമായിട്ട് മാത്രമേ ചേർക്കാറുള്ളൂ. എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഈ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരുപാട് പൊട്ടറ്റോയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കട്ട്ലറ്റിന് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ ചെന്ന് വലിയ വില കൊടുത്ത് കട്ട്ലറ്റൊക്കെ വാങ്ങിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് മൊത്തം ഗ്രീൻ പീസും പൊട്ടറ്റോയും കൊണ്ട് അവരങ്ങ് നിറച്ചിരിക്കും. ഇപ്പം എനിക്ക് തോന്നും ഈ തരുന്നത് കുറച്ച് വലിപ്പം കുറഞ്ഞാലും വേണ്ടില്ല, അതിൻ്റെ അകത്ത് ആ ഇറച്ചി ഇപ്പം ചിക്കനാണ് വാങ്ങിക്കുകയെങ്കിൽ ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വേണം, അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പലതും ഇത് ചെയ്യണം. നമ്മളിപ്പം പ്രത്യേകിച്ച് ഇഫ്താർ സ്നാക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തുനിന്ന്, ഇവിടെ നമ്മുടെ കാര്യമാണ്, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. മറ്റു നാട്ടുകളിൽ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബ്രെഡ് ക്രംസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്തെന്ന് വെച്ചാൽ ഒരു ബൈൻഡിങ്, നമുക്കൊരു പിടുത്തം കിട്ടാനാണ്, നമ്മൾ ഉരുട്ടുമ്പോഴേക്ക് ഒരു മുറുക്കം കിട്ടാൻ. ഇനി ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്, പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് തണുത്ത് കിട്ടുമല്ലോ. ഇനിയിപ്പം കുറച്ച് സമയമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കിച്ചണിൽ കയറുന്നത് തന്നെ കുറച്ച് വൈകിട്ടാണ്. അപ്പം ഈ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് എൻ്റെ ജോലികളൊക്കെ എനിക്ക് തീർക്കുകയും വേണം. അപ്പം ഞാൻ അടുത്തൊരു പാൻ തണുക്കാൻ വെച്ച ശേഷമാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ കുറച്ച് ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്, ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മറ്റതുപോലെ തന്നെ ഈ മട്ടൺ ഒന്ന് വെന്ത് കിട്ടണം. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ റെഡിയാവുന്നതനുസരിച്ച് ആ മട്ടൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. അപ്പം അത്യാവശ്യം പരന്ന പാത്രം എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമുക്ക് വന്നിട്ട് ഈ മൂടി ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മട്ടനൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പം ഞാൻ മൂടി വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ കട്ട്ലറ്റിനുള്ളത് ഒന്ന് ഉരുട്ടിയെടുക്കാം എന്നുള്ളത്. അപ്പം ഇത് ചെറിയ ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും. ഞാനിവിടെ തണുക്കാൻ വെച്ചിരുന്നുവെങ്കിലും അത്ര അങ്ങോട്ട് തണുത്തിട്ടില്ല. അപ്പം ഞാൻ ഇതൊന്ന് നല്ലതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത ശേഷം ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ഷേപ്പൊന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. നോർമലി കട്ട്ലറ്റ് കിട്ടുന്നത് പോലെ തന്നെയാണ് ഞാൻ ഷേപ്പാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും മടിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കട്ട്ലറ്റിൽ ഈ ഉരുട്ടുക. അപ്പം നമ്മുടെ 2 കയ്യിലും ആകത്തില്ല. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ പോലെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ. പിന്നെ അടുത്ത പരിപാടി എന്താണ്, നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ അതും എനിക്ക് ഭയങ്കര, അല്ലാതെ ബാക്കി ഫില്ലിങ് ഉണ്ടാക്കണതും അതൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഈ 2 സംഭവം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ അത്യാവശ്യം നല്ല ഫില്ലിങ് ഉണ്ട് താനും. കണ്ട ഇത്രയും ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ നേരെ നമ്മളുടെ മട്ടൺ റെഡിയാക്കാൻ വെച്ചത് അടപ്പൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം മട്ടണൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഞാൻ ആ സവാളയും വെജീസും ഒക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ സമോസ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. സമോസയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം എൻ്റെ ഉമ്മക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സമോസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് സമോസ ഉണ്ടാക്കാൻ ഭയങ്കര മടിയുമാണ്. ആ ഫോൾഡിങ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതാ ഒട്ടും അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും വരരുത്, അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഞാൻ ഇതാ നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് കുറച്ചധികം മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സമോസയൊക്കെ ഉണ്ടാക്കുമ്പോഴേ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫില്ലിങ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കിപ്പം രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് സമോസയും റെഡിയാക്കാം. അപ്പോൾ ആ ഫില്ലിങ് അവിടെ വെച്ച ശേഷം ഞാനത് അവിടെ ഇരുന്ന് തണുക്കട്ടെ എന്ന് കരുതി ഇപ്പോൾ ഇതാ ബ്രെഡ് നമ്മളുടെ മൈദാമാവും കുറച്ച് കോൺഫ്ലവറും കൂടി കലക്കിയതാണേ. അതിലേക്ക് നമ്മളുടെ ഈ കട്ട്ലറ്റിനുള്ളത് ഓരോ പീസ് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ മൈദാമാവും കോൺഫ്ലവറും കൂടി ചേർക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകത്തില്ല കേട്ടോ. അതുപോലെ പലരും ചോദിക്കും അത് നല്ലതാണ്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ മുട്ട ഉപയോഗിക്കരുത്. മുട്ട ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ആ കറക്റ്റ് രീതിക്ക് അല്ലെങ്കിൽ മുട്ട എണ്ണയിൽ എണ്ണ പതഞ്ഞു വരും. അപ്പം ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനിത് ഇപ്പം വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കോട്ട് ചെയ്തെടുത്തതാണ്. അതായത് ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മറ്റേ മൈദാമാവിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതാണ്. അത് മാറ്റി വെച്ച ശേഷം ഞാൻ അടുത്ത് സമോസ ഷീറ്റ് എടുത്തു. സമോസ ഫില്ലിങ് നിറയ്ക്കാമെന്ന് എഴുതിയിട്ട്. അപ്പം എനിക്കാണെങ്കിൽ പിന്നെ ഈ അടുക്കളയിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് കാലങ്ങ് കഴക്കും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതുപോലെ ഡൈനിങ് ടേബിളിൽ എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് ഇത് ഫില്ലിങ്ങൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങ് റെഡിയാക്കും. ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ ചെയ്യണത് കേട്ടാ. എന്നെ പോലെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയും കേട്ടാ. ചിലർ എനിക്കറിയാം കേട്ടോ, കിച്ചണിൽ അങ്ങനെ നിന്ന് അവർ ചെയ്യും കേട്ടോ. അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെക്നിക്കൊക്കെ കാണിക്കണത്. ആ മൈദാമാവ് അതിലേക്ക് അങ്ങോട്ട് ആ ഷീറ്റ് മുക്കിയിട്ട് അങ്ങ് അടച്ചു കൊടുക്കും കേട്ടോ. ശരിക്ക് മൈദ വേണമെന്നൊന്നുമില്ല, വെള്ളത്തിലായാലും മതി. പിന്നെ എപ്പോഴും നമ്മൾ സമോസയൊക്കെ എടുക്കുമ്പോൾ ഡ്രൈ ആയി പോയിരിക്കും. ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അടച്ചോണം, അല്ലെങ്കിൽ ആ ഷീറ്റ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നോമ്പ് തുറക്കാൻ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചു. എണ്ണയൊന്ന് ചൂടാകുമ്പോഴേക്ക് ആദ്യം ഞാൻ വിചാരിച്ചു കട്ട്ലറ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ സമോസ പൊരിച്ചിട്ട്, ഞാൻ ഈ എണ്ണ തന്നെയാണ് ഇനി സമോസ പൊരിക്കാനും എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം സമോസ പൊരിച്ചിട്ട് വേണം കട്ട്ലറ്റ് പൊരിക്കാനുള്ളത്. അപ്പം ഞാൻ തലകുത്തനെ ചെയ്തു. അങ്ങനെ മറ്റേത് എന്താണെന്ന് വെച്ചാൽ എണ്ണയിൽ സമോസ ആദ്യം പൊരിച്ച് എടുക്കുമ്പോഴേക്ക് പിന്നെ എണ്ണ ചീത്തകത്തൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ കട്ട്ലറ്റ് പൊരിച്ച് കഴിയുമ്പോൾ ഈ എണ്ണയുടെ പൊടി, കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പൊടികൾ ആ എണ്ണയിൽ കിടക്കും. എന്നിട്ടായിരിക്കും നമ്മൾ അടുത്ത സമോസ ഞാൻ ഈ പൊരിക്കുന്നത്. അപ്പോൾ ആ സമോസയിൽ അതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പൊരിക്കുമ്പം ഒരേ എണ്ണയിലാണെങ്കിൽ ആദ്യം സമോസ പൊരിക്കുക, അതിനുശേഷം കട്ട്ലറ്റ് പൊരിക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചു ഇട്ടെടുത്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ ഞാൻ എൻ്റെ ഷോർട്സിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നല്ല നല്ല റെസിപ്പികളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി പോയൊന്ന് കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ എണ്ണയിൽ അടിയിൽ ഈ പൊടി കിടക്കുന്നത്, എനിക്കിനി ഇത് മാറ്റാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ സമോസ ഷീറ്റൊക്കെ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ സമോസ ഷീറ്റ് എന്ന് പറയുമ്പം അത് ഒരുപാട് നേരം നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ പാടില്ല. അതിനും ചില ടിപ്പുകളുണ്ട്. കാരണം നമ്മൾ ഇട്ട ഉടൻ തന്നെ അത് റെഡിയാവും. അപ്പോഴേക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഒരുപാട് അങ്ങ് കളർ ചേഞ്ചിങ് വരാൻ പാടില്ല, ബബിൾസ് പോലെ ഒരുപാട് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സമോസ ഇവിടെ എല്ലാം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പം സമോസയും റെഡി ആയപ്പോഴേക്കും ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടും, അതായത് കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്ങും സമോസയുടെ ഫില്ലിങ്ങും ഒരുപോലെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൽ ചേർത്ത മസാലകൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റും വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി തരണേ.
ഇനിയിപ്പോൾ ഒട്ടും നേരമില്ല, ഞാനിതെല്ലാം ടേബിളിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പുറ വിഭവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലേത് വിഭവമാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചിക്കു ഷേക്കാണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കു ഷേക്ക് കുടിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.